അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അതായത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒരു വശത്ത്, മറുവശത്ത് കട്ടവരെ പിടിച്ചേ തീരൂ എന്ന ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം, പിന്നാലെ കൂടൽ, ഇതൊക്കെ ഒരു പരിധിവരെ SITയുടെ അന്വേഷണ വഴി തീരുമാനിച്ചതിൽ നിർണായകമായിരുന്നു. ഇപ്പോൾ CPMന്റെ ബ്രാഞ്ച് അംഗമായിരുന്ന മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തതിലൂടെ പോറ്റിയെയും മുരാരിയെയും സുധീഷിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചതിലൂടെ തെളിയുന്നത് എന്താണ്? നമ്മൾ ഈ ചർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെഡിങ് വാസു കുടുങ്ങും എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കേസ് അവസാനം കോടതിയിൽ നിന്ന് വരുമ്പോൾ വാസു കുടുങ്ങിയില്ല ഇട്ടോ എന്നുള്ള ഒരു തലവാചകം കൊടുത്ത് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഞാനിത് പറയാൻ കാര്യം, ഈ കേസ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഈ പമ്പയിൽ നടന്ന ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ തൊട്ടു മുമ്പ് സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നാൾ വഴിയുടെ തുടക്കം കുറിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങളും ഈ നാട്ടിലെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഈ കേസിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? പത്മകുമാർ, വാസു, മുരാരി ബാബു, സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങി വാസവൻ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ വരെയുള്ള എല്ലാവരെയും സംശയത്തോടു കൂടിയാണ് പൊതുസമൂഹം കാണുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളവരും ഇനി പിടിക്കുമെന്ന് നമ്മളൊക്കെ പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നവരൊക്കെ തന്നെ ചെറിയ കുട്ടികളൊന്നുമല്ല. നാട്ടില് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഏതെങ്കിലും അരി മോഷ്ടിച്ച കള്ളന്മാരൊന്നും അല്ല ഇതിനകത്ത് സംശയമുനയിലുള്ള കള്ളന്മാരായിട്ടുള്ള വ്യക്തികൾ. ഇവര് മഹാഫ്രോഡുകളാണ്, മഹാ കള്ളന്മാരാണ്. നമ്മൾ മനസ്സിലാക്കുക. വാസുവിന്റെ ചരിത്രം തന്നെ താങ്കളൊന്ന് സൂചിപ്പിച്ചല്ലോ. കൊല്ലം ജില്ലയിലെ കുളക്കട എന്ന് പറയുന്ന പഞ്ചായത്തിലെ 2 ടേം പ്രസിഡന്റ് പദവി വഹിച്ചു എന്നൊരു യോഗ്യത, CPMന്റെ പ്രസിഡന്റ് പദവി വഹിച്ചു എന്നൊരു യോഗ്യത, അതിനുശേഷം യാതൊരു ടെസ്റ്റും ഇന്റർവ്യൂവും വേണ്ടാത്ത ഈ വിജിലൻസ് ട്രൈബ്യൂണൽ എന്ന പൊളിറ്റിക്കൽ പോസ്റ്റിലേക്കുള്ള നിയമനം, അതിനുശേഷം യാതൊരു വിധമായ വിവരവും വേണ്ടാത്ത അല്ലെങ്കിൽ യാതൊരു വിധമായിട്ടുള്ള എക്സ്പീരിയൻസും വേണ്ടാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നിയമനം, അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനം. ഇതൊക്കെ അദ്ദേഹം ടെസ്റ്റ് എഴുതിയിട്ടോ കാണാതെ പഠിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ഈ സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം കയറി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടിസ്ഥാന യോഗ്യത CPM എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലെ അംഗമായിരുന്നു എന്നുള്ള ഒരൊറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ വാസു എന്ന് പറയുന്ന പഠിച്ച മഹാ ഫ്രോഡായിട്ടുള്ള കള്ളൻ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ നാട്ടിൻപുറത്ത് സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ പറയുന്നത്? സ്വതവേ വികൃതിയാണ് കുരങ്ങ് എന്ന് പറയുന്ന ഒരു ജീവി. ആ കുരങ്ങ് മദ്യം കഴിച്ചതിന് ശേഷം അതിന്റെ വാലിൽ ഒരു തേളൂടെ കടിച്ചാൽ എപ്രകാരമായിരിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് വാസു. വാസു നിയമം പഠിച്ച മഹാ ഫ്രോഡായിട്ടുള്ള CPMകാരനായിട്ടുള്ള ഒരു കള്ളനാണ് ഈ വാസു എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നാൾ വഴികൾ അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ചർച്ച പൂർത്തിയാക്കിയല്ല. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ മുച്ചൂടും വിഴുങ്ങുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടല്ലോ, അതേ സ്വഭാവത്തോടു കൂടിയ ഒരു സൊസൈറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അമ്പലം വിഴുങ്ങി സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു സംവിധാനം CPM ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നെങ്കിലും അപ്രകാരം ഒരു സഹകരണ സംഘം ഉണ്ടാക്കുകയാണെങ്കിൽ പത്മകുമാർ അതിന്റെ പ്രസിഡന്റും ശ്രീ വാസുവും മുരാരി ബാബുവും സുധീഷ് കുമാർ തുടങ്ങിയ CPMന്റെ കാട്ടുകള്ളന്മാർ അതിന്റെ ഡയറക്ടർമാരുമായിട്ട് വരുന്നൊരു കാലഘട്ടം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിസ്സാര വ്യക്തികളല്ല ഈ കേസിലെ പ്രതികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇത്രയും നാള് ഈ സംശയമുന സെപ്റ്റംബർ 7-ാം തീയതി നീണ്ട ഈ വ്യക്തികൾക്ക് ഇപ്പോൾ നവംബർ മാസം 7 ആവാൻ 2, 3, 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് സർവ്വ തെളിവുകളും ഈ കള്ളന്മാര് നശിപ്പിച്ചിട്ടുണ്ടാകും. ഇനിയും ഇവരുടെ വീടുകളിൽ സെർച്ച് ചെയ്താൽ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വാസുവിന്റെ വീട്ടിലൊരു സെർച്ച് നടത്തൂ, അല്ലെ പത്മകുമാറിന്റെ വീട്ടിലൊരു സെർച്ച് നടത്തൂ, എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. പോലും കൈയച്ചു വിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അവസരം കൊടുത്തില്ല. എത്ര വൈകിയാണ് പിടിച്ചത്? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്ത് കുറച്ച് ഗോൾഡ് ഇൻഗോട്ട് പിടിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം, തെളിവ് നിയമം ഇതിനകത്ത് ഇടതുപക്ഷ പ്രതിനിധി അഡ്വക്കേറ്റ് ആണല്ലോ.
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മോഷണ കേസിൽ ഇപ്പോൾ ഒരു ആഭരണം ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയാൽ ആ ആഭരണം കള്ളൻ ജുവലറി കൊണ്ട് ഉരുക്കി ഈ പോലീസ് എവിഡൻസ് ആക്ട് പ്രകാരം ആ ജുവലറിയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്താൽ അതിന് പറയുന്ന പേര് ഉരുക്കിയ സ്വർണത്തിനെ ഗോൾഡ് ഇൻഗോട്ട് എന്നാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ധാരാളം വിധികളുണ്ട്. ഈ ഉരുക്കിയ സ്വർണം ഈ മോഷണം പോയ സ്വർണമാണ് എന്ന് തെളിയിക്കാൻ സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയാണ് ഈ സുബ്രഹ്മണ്യം പോറ്റി അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഈ ഉരുക്കിയ സ്വർണം അല്ലെ ജുവലറിയിൽ നിന്ന് പിടിച്ചെടുത്ത ഉരുക്കിയ സ്വർണം എന്ന് തെളിയിക്കാൻ പാടാണ്. ഇവര് ഈ സമയത്ത് തന്നെ വിദഗ്ധന്മാരായിട്ടുള്ള ക്രിമിനൽ ട്രയൽ നടത്തുന്ന അഭിഭാഷകരുടെ സഹായത്തോടു കൂടി ഈ ഗോൾഡ് ഇൻഗോട്ട് അല്ലെങ്കിൽ ഇനി പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സ്വർണത്തിനൊക്കെ ബില്ലുകളൊക്കെ എന്നേ ഉണ്ടാക്കി കാണും. ഇതിന്റെ രേഖകളൊക്കെ ഇവർക്കെതിരായി വരാൻ സാധ്യതയുള്ള സർവ്വ രേഖകളും ഈ പത്മകുമാറും വാസുവും ഒക്കെ കൃത്യമായി നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അവർക്ക് അനുകൂലമായ രേഖകൾ ഉണ്ടാക്കുകയും അവർക്കെതിരാവാൻ സാധ്യതയുള്ള സർവ്വ രേഖകളും നശിപ്പിക്കാനുള്ള ഒരു സമയം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ദേവസ്വത്തിന്റെ വിജിലൻസും കേരള പോലീസും ഇവർക്ക് നൽകി എന്നുള്ളിടത്താണ് ഭാവിയിൽ ഞാൻ പറഞ്ഞ വാസു കുടുങ്ങിയില്ല ഇട്ടോ എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രസക്തി ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറെ ദേവസ്വം ബോർഡിലെ പഴയ വ്യക്തികൾ വന്നിരുന്ന് പല ഗീർവാണങ്ങളും പറയുന്നുണ്ട്. എന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ അക്കാലത്ത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യവും തന്റെ ഇടവും ഉണ്ടായിരുന്നില്ല. സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി വന്ന് വിജിലൻസ് ഓഫീസർ ആയിരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ അന്നൊന്ന് അനങ്ങാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടലില്ലാത്ത വ്യക്തികൾ ഇപ്പൊ വന്ന് അന്നത്തെ എല്ലാം ഞാൻ ഇതൊക്കെ കണ്ടങ്ങ് മടുത്ത് സഹികെട്ട വ്യക്തികളാണെന്നൊക്കെ പറയുന്നത് കേട്ടാൽ സത്യം പറഞ്ഞ സങ്കടം തോന്നും. ഹിന്ദുവിന്റെ സ്ഥാപനങ്ങളെ ഇങ്ങനെ തോന്നിയ വാസത്തോടുകൂടി അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, കേരളത്തിൽ 1250 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത്. ഈ 1250 ക്ഷേത്രങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് 2020-21 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് 2024 നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അത് എന്നത്തെ കണക്കാണ്, ഇന്നേക്ക് 4-5 വർഷം മുമ്പുള്ള കണക്കാണ് ഓഡിറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. സർവ്വ മേഖലകളിലും തട്ടിപ്പാണ്. ഒരൊറ്റ ഉദാഹരണം കൃഷ്ണരാജെ ഞാൻ സൂചിപ്പിക്കാം. ശബരിമലയില് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ശ്രീ രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ അല്ല പറഞ്ഞത്, ശ്രീ രാധാകൃഷ്ണൻ സാറിന് അറിയാം. ശബരിമലയിലെ ക്ലീനിങ്ങിന് വേണ്ടി ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി എന്നൊരു സ്ഥാപനമുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് അതിന്റെ അധ്യക്ഷൻ, അടൂർ RDO ആണ് അതിന്റെ സെക്രട്ടറി. അതൊരു സഹകരണ സംവിധാനമാണ്. ഞാൻ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാലഘട്ടത്തിലെല്ലാം ഈ ശബരിമലയിലെ മണ്ഡലകാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ 1 കോടി രൂപയുടെ ഒരു ബില്ല് ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കും. ഞങ്ങൾ അത് ക്ലീൻ ചെയ്ത വകയിൽ 1 കോടി. ഈ ഓഡിറ്റ് ചെയ്ത ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈ 1 കോടി രൂപ മേടിക്കുന്നതിന്റെ യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഈ സ്ഥാപനത്തിനില്ല. എത്ര ജീവനക്കാർ തൂക്കാനുണ്ടായിരുന്നു, അവർക്ക് എത്ര ചൂല് വാങ്ങിക്കൊടുത്തു, അവരുടെ കിടക്കയ്ക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി, ഈ കാര്യങ്ങളൊന്നുമില്ല. ഈ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ഈ 1 കോടി രൂപ കൊടുക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഈ ദേവസ്വം ബോർഡിലെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ 21 ലക്ഷം രൂപ മുടക്കിയിട്ട് ശബരിമലയിലും പമ്പയിലും ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്തിട്ട് അതിനും പൈസ മേടിച്ചെടുത്തിട്ടുണ്ട്. 2-3 കോൺട്രാക്ടർമാരാണ് അതിനുവേണ്ടി പൈസ മേടിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ സർവ്വ മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫയൽ ദേവസ്വം മാനുവൽ അനുസരിച്ച് ശ്രീ രാധാകൃഷ്ണൻ സാറുണ്ട്, ഒരു ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ച് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന ആരാണോ? ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ ശബരിമലയിലെ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഫയൽ ഓപ്പൺ ചെയ്ത എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറാണ്. സുധീഷ് കുമാർ ഫയൽ ഓപ്പൺ ചെയ്താൽ ആ ഫയലിനകത്ത് ഏതെങ്കിലും വസ്തുതാപരമായ തെറ്റുണ്ടോ, അത് തിരുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ തൊട്ടു മുകളിലുള്ള ചെറിയ കള്ളനായ സുധീഷ് കുമാറിന്റെ തൊട്ടു മുകളിലിരിക്കുന്ന മഹാകള്ളൻ എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്. മുരാരി ബാബു ഭയങ്കര ഫ്രോഡായ വ്യക്തിയാണ്. അദ്ദേഹം ഇത് കണ്ടു, യാതൊരു തിരുത്തുമില്ല. അതിനുശേഷം ആരിലേക്കാണ് പോകേണ്ടത്? ദേവസ്വം കമ്മീഷണറിലേക്കാണ് പോകേണ്ടത്. ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം ആരിലേക്ക് പോകണം? ബോർഡിലേക്ക് പോകണം. പത്മകുമാറും അംഗങ്ങളും ഉൾപ്പെട്ട ബോർഡ് ഇത് വീണ്ടും കണ്ണടച്ച് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ കേസിന്റെ ചരിത്രത്തിന്റെ നാൾവഴികൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിനകത്ത് അന്വേഷണം യാതൊരു രീതിയിലും മുമ്പോട്ട് ഇതൊക്കെ കാണിച്ച് സന്നിധാനത്ത് തങ്ങി ഈ ഫ്രോഡ് പണികളൊക്കെ കാണിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദീപാരാധന സമയത്ത് വന്ന് ഏറ്റവും മുന്നിൽ നിന്ന് തൊഴുതു മടങ്ങുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ രസം. ശരി, അതൊരു രസമല്ല, അതെന്നൊക്കെ പറഞ്ഞാല് ഇവര് കാണിക്കുന്ന അഭിനയമാണ്. ഈ അഭിനയത്തിൽ സാധാരണ ഹൈന്ദവർ വിശ്വസിക്കുന്ന എന്താണ്? ജനൻ TV-യിലൊക്കെ എല്ലാ ദിവസവും ശബരിമല നട അടയ്ക്കുമ്പോൾ ഇടുന്ന പാട്ടുണ്ടല്ലോ, ഹരിവരാസനം.
ആര്യവരാസനം ഇടുമ്പോൾ ഇവരൊക്കെ ടിവിയുടെ മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് തൊഴുകയാണ്. ഇവരൊന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയൊന്നുമല്ല. ഈ മഹാകള്ളന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? അഭിനയമാണ്. അതിഭക്തിയും അമിത വിനയവും കാണിക്കുന്നതാണ് ഒരു കള്ളന്റെ ബേസിക്കായ ലക്ഷണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ മനഃശാസ്ത്രം. ഈ അതിഭക്തിയും അതിവിനയവും കാണിച്ച് അധികാരത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ് ഈ വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടുകച്ചവടം ഇതിനകത്തുണ്ട്. ഞാനിതാ പറഞ്ഞത്, അമ്പലക്കള്ളന്മാരുടെ സഹകരണ സംഘം ഉണ്ടാക്കിയാൽ എന്തുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ ഫയൽ ഓപ്പൺ ചെയ്ത സുധീഷ് കുമാർ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കാനുള്ള തന്ത്രം ആവിഷ്കരിച്ച ഫയൽ ഓപ്പൺ ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ, അതിനുശേഷം ആ സമയത്ത് ദേവസ്വം എന്ന് പറയുന്ന കുടുംബമാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ആ കുടുംബത്തിന്റെ നാഥൻ ആരാണ്? ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആണ്. ആരാണ്? പത്മകുമാറാണ്. ആ സമയത്ത് ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട കാര്യസ്ഥൻ ആരാണ്? എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, ശബരിമല ദേവസ്വം കമ്മീഷണർ ആയിട്ടുള്ള വാസുവാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു നെക്സസ് നോക്കണം. അതിനുശേഷം എന്ത് പറ്റുന്നു? ഈ പത്മകുമാർ മാറി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം 2019 നവംബറിൽ തീർന്നപ്പോൾ ആ ബെഞ്ചിലേക്ക്, ആ കസേരയിലേക്ക് കയറിയിരുന്നത് ആ കുടുംബത്തിന്റെ കാര്യസ്ഥനായിട്ടുള്ള ശ്രീ വാസുവാണ്. കാര്യസ്ഥൻ ഗൃഹനാഥനായി മാറി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വന്ന വ്യക്തി ആരാണ്? ശ്രീ സുധീഷ് കുമാറാണ്. ഞാനതാ പറഞ്ഞേ, ഇവർക്കൊക്കെ പരസ്പരം ഇവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് അറിയാവോ? ഈ കോവിഡിന്റെയും ഈ പ്രളയത്തിന്റെയും കാലത്ത് നടന്ന ഈ തട്ടിപ്പ് എന്ന് വെച്ചാല് ശബരിമലയിലെ ഈ നമ്മുടെ വിജയ് മല്യ ഈ സ്വർണം പൂശിക്കൊടുത്ത കാലത്ത് സർവീസിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ കേസിൽ പ്രതികളായിരിക്കുന്ന ശ്രീ സുധീഷ് കുമാറും മുരാരി ബാബു. അവര് വിചാരിച്ചത് എന്താണ്? ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ അങ്ങ് നടന്നു, ഇനി ഞങ്ങൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ചരിത്രമൊന്നും അറിയുന്ന വ്യക്തികളൊന്നും സർവീസിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ശബരിമല അയ്യപ്പ ഭഗവാന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിന് റിസൾട്ട് കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ ആ മണ്ടന്മാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമം നടത്തിയ സമയത്ത് ഇത് വെളിച്ചത്ത് വന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം.